സബോസ്ലൈക്ക് റൗണ്ടായിട്ട് അല്ലെങ്കിൽ ആ പ്ലെയറുടെ റൗണ്ട് അബൌട്ടിലൂടെ പോയിട്ട് അവിടെ പാസ് റിസീവ് ചെയ്യാൻ. അതാണ് അത് ലിവർപൂളിന്റെ ഏറ്റവും ആദ്യത്തെ മൂവ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ, അതായത് സെയിം സമയത്ത് തന്നെ ലിവർപൂള് മറ്റ് പ്ലെയേഴ്സ് മിഡ് പോസ്റ്റ് ഏരിയയിൽ അവിടെ ബ്ലോക്കേജ് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണ്? സലയ്ക്ക് ഒരു ക്വിക്ക് ആയിട്ടുള്ള റണ്ണ് ഇങ്ങോട്ട് ഉള്ളിലേക്ക് വരാനാണ്, അല്ലെങ്കിൽ ഫർദർ ഫോർവേഡ് വരാനാണ്. പെർഫെക്റ്റ്ലി ടൈംഡ് ആയിരുന്നു അത്. നല്ല വെയിറ്റേജ് ഉള്ള പാസ് ആയിരുന്നു. കാരണം അതൊരു ഫ്ലിക്ക്, അല്ലെങ്കിൽ ആ ഒരു ഫ്ലിക്ക് പേസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സലയ്ക്ക് അത് റിസീവ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാവും, ഡയറക്ഷൻ മാറി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. ഇതിനെല്ലാം പെർഫെക്റ്റ് ആക്കിക്കൊണ്ട് സബോസ്ലൈ ആ ഫ്ലിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് സല അത് റിസീവ് ചെയ്യുന്നുണ്ട്. സല അത് റിസീവ് ചെയ്യുമ്പോഴത്തേനും സിറ്റിയുടെ പ്ലെയേഴ്സ് മാർക്ക് ചെയ്യാൻ ലേറ്റ് ആവും. കാരണം ആ ബ്ലോക്കിൽ നിന്ന് തരണം താറി അങ്ങോട്ട് പോകണം. അതിന് സിറ്റിയുടെ പ്ലെയേഴ്സിന് എളുപ്പമല്ല. അതിനെ എപ്പോഴത്തേനും റീച്ച് ചെയ്യുമ്പോഴത്തേനും സല ഷോട്ട് എടുക്കണം. എക്കയിൽ നിന്നിട്ട് ഒരു വലിയ ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു, ശരിയാണ്, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത് ശരിയായിരുന്നു. പക്ഷെ ആ ഒരു കോർണർ കിക്ക് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാം ട്രെയിനിങ് സെഷനിൽ പെർഫെക്റ്റ്ലി ട്രെയിൻഡ് ആയിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് വന്നൊരു കോർണർ ആയിരുന്നു.